നാരായണനാമം ചൊല്ലിയാൽ മോക്ഷം കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? അത് അങ്ങനെ വെറുതെ പറയുന്നതൊന്നുമല്ല. നാരായണനാമത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥ നമുക്കൊന്ന് പരിചയപ്പെടാം. കഥ എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. നാവാലതുബലാലൊന്നു ചൊല്ലിയിടുകൾ പാവനമായി ചമയും ജഡമൊക്കവേ നാരായണാഖ്യ നാലക്ഷരമായതിൽ ഓരോന്നിലുള്ള ഫലങ്ങൾ ചിന്തിക്കിലോ. വേദജപങ്ങളും യാഗകർമ്മങ്ങളും പാതിക്കു പാതി പരിഹാരമല്ലെന്ന് ചൊല്ലുന്നത് ഇങ്ങനെയുള്ള നാമം വലാൽ ഉള്ളൊഴിഞ്ഞാകന്ത ചൊല്ലുകയാൽ ഇവൻ കൽമഷമെല്ലാം അകന്നിത് ശുദ്ധനായി നിർമ്മലനായി ചമഞ്ഞിടിനാനേറ്റവും ദണ്ഡത്തിന് ഇന്നിനി യോഗ്യനല്ലൊട്ടുമേ ദണ്ഡിയോടങ്ങു പോയി ചെന്നു ചൊല്ലിയിടുവിൻ. കാര്യം എന്താന്ന് വല്ലതും പിടികിട്ടിയോ? അറിയാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. ഇപ്പൊ വായിച്ചത് ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ടില് ഷഷ്ഠസ്കന്ധത്തില് അജാമിള മോക്ഷത്തിലെ കുറച്ച് ഭാഗമാണ്. ആരാണ് അജാമിളൻ? അജാമിളൻ വേദങ്ങളൊക്കെ പഠിച്ച് ഒരു ബ്രാഹ്മണനായിരുന്നു. ധർമ്മമൊക്കെ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരാളായിരുന്നു. ഭാര്യയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ താമസിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു സ്ത്രീയില് ആകൃഷ്ടനായിട്ട് ജീവിതമാർഗം എന്താണ്, ജീവിതം എന്താണ്, തൻ്റെ ധർമ്മം എന്താണ്, കർമ്മം എന്താണ് എന്നുള്ള ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മറ്റൊരു മാർഗത്തിലേക്ക് അജാമിളൻ സ്ത്രീയുമായിട്ട് ജീവിതമൊക്കെ ആരംഭിച്ചു. 3 കുട്ടികളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സമ്പത്തും പ്രശസ്തിയും എല്ലാം ഇല്ലാതായി, ദാരിദ്ര്യമായി. എന്തെങ്കിലും വേട്ടയാടി കഴിക്കുക, കിട്ടുന്നത് ഭക്ഷിക്കുക എന്നൊക്കെയുള്ള അവസ്ഥയായി അജാമിളന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ അവശനായി കിടപ്പായി. അപ്പം ഈ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാപകർമ്മങ്ങളൊക്കെ യമരാജൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ വന്നു കയറുമായിട്ട്. മക്കളിൽ ഒരാളുടെ പേര് എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം നാരായണൻ എന്നായിരുന്നു ഇട്ടിരുന്നത്. അപ്പോഴും ഓർത്തോണം, ഭഗവാനെ ഓർക്കണില്ല. ആ മകനെ വിളിക്കുകയാണ്, നാരായണ നാരായണ എന്ന് ആ മകനെ വിളിക്കുകയാണ്. മകൻ വന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നാരായണ എന്നുള്ള വിളി വൈകുണ്ഠത്തിൽ ചെന്നു അത്രേ. അപ്പൊ വിഷ്ണു പാർഷദന്മാർ ഇത് കേട്ടിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്നിട്ട് യമദൂതന്മാരെ വിലക്കി പറ്റില്ല, ഇദ്ദേഹത്തെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. അദ്ദേഹം ചൊല്ലിയത് ഭഗവാന്റെ നാമമാണ്, നാരായണ നാമമാണ്, കൊണ്ടുപോകാൻ വരട്ടെ എന്ന് പറഞ്ഞു. അവർ തമ്മിൽ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായി. തർക്കം ഉണ്ടായതിനു ശേഷം വിഷ്ണു പാർഷദന്മാര് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ രാജാവിനോട് ചെന്ന് ചോദിച്ചു നോക്കൂ, യമരാജനോട് ചെന്ന് ചോദിച്ചു നോക്കൂ, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയൂ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരവിടുന്ന് യമരാജന്റെ അടുക്ക ചെന്ന് കാര്യം പറഞ്ഞു. അപ്പൊ യമരാജൻ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ആ ഏരിയയിലേക്കേ പോകണ്ട, ആ ഭാഗവയെ അങ്ങ് വിട്ടേര്. വിഷ്ണു ഭക്തന്മാരുടെ അടുക്കേ യമദൂതന്മാർക്ക് വരാൻ സാധിക്കില്ല. നാരായണ നാമം ഉച്ചരിച്ചതോടുകൂടി അജാമിളന് എന്താ സംഭവിച്ചേ? ചെയ്ത ആ തെറ്റുകളൊക്കെ ഭഗവാൻ പുറത്തിരിക്കുകയാണ്. ഒരു പ്രായച്ചിത്തം എന്നോളം അത് ഭഗവാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് അജാമിളന് വേണ്ടി, ഒരു സെക്കൻഡ് ചാൻസ്. അജാമിളന് വല്ലാത്ത കുറ്റബോധമൊക്കെ തോന്നി. പിന്നീട് എന്താ ഉണ്ടായ? ഭഗവാന്റെ സ്മൃതിയിൽ ശേഷമുള്ള ജീവിതം ഭഗവാന്റെ നാമസ്മരണയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ വിഷ്ണുപാദത്തിലേക്ക് ലയിക്കാനുള്ള ഒരു ഭാഗ്യം അജാമിളന് ഉണ്ടായി. അത്രയും ശക്തിയുള്ള ഒരു നാമമാണ് നാരായണ. നിങ്ങൾ സഹസ്രനാമങ്ങൾ ചൊല്ലണ്ട, ഗ്രന്ഥങ്ങൾ വായിക്കണ്ട, പുരാണങ്ങൾ വായിക്കണ്ട. നാരായണ എന്നൊരു നാമം, ആ നാരായണ എന്ന് പറയുന്ന ആ ഒരു നാമത്തിന് അത്രയധികം മാഹാത്മ്യമുണ്ട് എന്ന് നമുക്ക് ഈ കഥയിൽ നിന്ന് വ്യക്തമാണ്. ചെയ്ത തെറ്റുകളിൽ കുറ്റബോധമൊക്കെ തോന്നി ഇങ്ങനെ മനസ്സ് കിടന്ന് നീറുകയാണെങ്കിൽ നാരായണ നാമം ചൊല്ലിക്കോളൂ. നാരായണ നാമത്തിന് അത്രയധികം പ്രാധാന്യം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ദുരിതാദിയിൽ വീണുഴലും തനുവിന്നഭയം നാരായണ രൂപം. ദുരിതാദിയിൽ വീണുഴലും തനുവിന്നഭയം നാരായണ രൂപം. കരുതുന്നവരിൽ ചൊരിയും ഭവസാഗരമാണനുപമ സൗരഭം. കരുതുന്നവരിൽ ചൊരിയും ഭവസാഗരമാണനുപമ സൗരഭം. ശരണം ശരണം ശ്രീധര ശ്രീധര പാലക പാഹിമാ. മരണം വരെയും നിൻ തിരുനാമം മനമതിലരുളുക കൗതുകം. മരണം വരെയും നിൻ തിരുനാമം മനമതിലരുളുക കൗതുകം. ഭഗവാനേ നാരായണ. എല്ലാവർക്കും നാരായണ സ്മൃതി ഉണ്ടാകുവാനായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ നാരായണ.